പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ വഴി അടുത്ത ജപ്പാനിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഇനി ചൈനയിലേക്കാണ്. 7 വർഷത്തിന് ശേഷമാണ് ചൈന സന്ദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നത്. അത് കഴിഞ്ഞ് ഇനി അടുത്ത അമേരിക്കയിലേക്കാണ് എന്ന് ഉള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റൊരു രസകരമായിട്ടുള്ളൊരു വാർത്ത, ഇപ്പോൾ ട്വിറ്ററിലൊക്കെ ട്രംപ് ഈസ് ഡെഡ് എന്നുള്ളൊരു വാർത്ത ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആവുന്നില്ല. ട്രംപ് മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത. അപ്പോൾ അതിന് കാരണമായിട്ട് പറയുന്നത് JD വാൻസ് കഴിഞ്ഞ ഒരു റേഡിയോയ്ക്കെന്തോ നൽകിയ ഒരു അഭിമുഖത്തിൽ താൻ റെഡിയാണ്. അതായത് ട്രംപിന് ഒരുപാട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു അത്തരത്തിലുള്ള ഒരു രോഗവിധേയനായി അദ്ദേഹം പിന്മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അത് സജ്ജമാണ് റിപ്പബ്ലിക്കൻ പാർട്ടി. JD വാൻസ് പ്രധാനമന്ത്രിയുടെ സ്ഥാനമെടുക്കാൻ സജ്ജമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂണ്ടിക്കാട്ടിയാണ് ട്വിറ്റർ മുഴുവൻ ഇപ്പോൾ ട്രംപ് ഈസ് ഡെഡ്, ട്രംപ് മരണപ്പെട്ടു. അത് മാത്രമല്ല 2 ദിവസമായിട്ട് ട്രംപിനെ കാണാനുമില്ല. അതിനിടയ്ക്ക് കോടതി നല്ലപോലെ ഒന്ന് കുടഞ്ഞു വിട്ടിട്ടുണ്ട്. അമേരിക്കയിലെ കോടതി തീരുവയൊക്കെ അസാധുവാക്കും എന്നുള്ള രീതിയിലൊക്കെ നിയമ പോരാട്ടം നടത്തുമെന്നൊക്കെ ട്രംപും പറയുന്നുണ്ട്. എന്തായാലും ട്രംപ് ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ട്രംപ് പിന്മാറുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നാണക്കേട് ഭയന്നോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടോ പിന്മാറുകയാണെന്നുണ്ടെങ്കിൽ JD വാൻസ് ആയിരിക്കും ആ സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ JD വാൻസും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു കമറാഡറി അല്ലെങ്കിൽ കെമിസ്ട്രി അതെങ്ങനെയായിരിക്കും? നല്ല ചോദ്യമാണ് വിജയത്. കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ പറയുന്ന അക്ഷരാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ അശ്വമേധമാണ് നടക്കുന്നത്. ലോകരാഷ്ട്രങ്ങളെ നമ്മൾ പറഞ്ഞത് ലോകത്തിലുള്ള എല്ലാ രാജ്യ നേതാക്കന്മാരെയും ഞെട്ടിച്ചുകൊണ്ട് എല്ലാ സമവായങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു അശ്വമേധം തന്നെയാണ് നടക്കുന്നത്. ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു വലിയ ജൈത്രയാത്ര അദ്ദേഹം തുടരുകയാണ്. അദ്ദേഹം ജപ്പാനിലേക്കാണ് പോയത്. നമ്മൾ അമേരിക്കയുടെ തീരുവ ഏർപ്പെടുത്തിയ ശേഷം നമുക്ക് 50% തീരുവ ഏർപ്പെടുത്തി നമ്മളെ ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമം എന്നേ പറയാനൊക്കത്തുള്ളൂ. ശ്രമം അമേരിക്ക നടത്തിയതിനെ തുടർന്ന് അദ്ദേഹം ആദ്യത്തെ ജപ്പാനിലേക്കായിരുന്നു. ഇന്ന് രാവിലെ നമ്മൾ കാണുന്നത് ബുള്ളറ്റ് ട്രെയിനിനകത്തിരിക്കുകയാണ് ജപ്പാൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും. ആ ചിത്രങ്ങളൊക്കെ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. അവര് ബുള്ളറ്റ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. അപ്പൊ അവിടുന്ന് വരുന്ന ചില പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അവിടുന്ന് വലിയ നിക്ഷേപമാണ്, കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് ജപ്പാനിൽ നിന്ന് വരാൻ പോകുന്നത്. ടെക്നോളജിയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യവുമാണ്. ഇന്ത്യയിൽ ഏതാണ്ട് 7000 കിലോമീറ്ററോളം ദൂരം ബുള്ളറ്റ് ട്രെയിനിന്റെ പദ്ധതി ജപ്പാനുമായിട്ട് സഹകരിച്ച് ഇന്ത്യ ചെയ്യാൻ പോകുന്നു. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത്. അപ്പൊ ജപ്പാനിലെ ഐതിഹാസികമായ ഒരു വിജയം തന്നെയാണ് അദ്ദേഹത്തിനോട് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഒരിക്കലും സംഭവിക്കുകയില്ല എന്നുള്ളത് ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഭവം. ആ രാജ്യത്തേക്ക് ചൈനയെ നമ്മൾ അങ്ങനെയാണല്ലോ കണക്കാക്കിയിരുന്നത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം അതൊരു നമുക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു ശത്രു രാജ്യമാണ്, പാകിസ്ഥാനെ സഹായിക്കുന്ന രാജ്യമാണ്, കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇന്ത്യയിലെ ഗവൺമെന്റുകളെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞുള്ള വലിയ ആരോപണങ്ങളും പ്രചരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ അവർ ചെയ്തിട്ടുമുണ്ട്. നമ്മുടെ ഗാൽവാനില് നമ്മുടെ സൈന്യത്തിന് നേരെ അവർ ആക്രമണം നടത്തിയ ശേഷം 7 വർഷത്തിന് ശേഷം അതിനുശേഷം ചൈനയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നമ്മൾ വിച്ഛേദിച്ചിരിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക പോലും ഉണ്ടായിട്ടില്ല. അത് തന്നെയല്ല, പ്രതികാര നടപടി നമുക്ക് ചെയ്യാവുന്ന പ്രതികാര നടപടികളെല്ലാം ചെയ്തു. അത് ലോകത്തൊരു രാജ്യത്തിനും ചെയ്യാൻ കഴിയാത്ത പ്രതികാര നടപടി നമ്മൾ ചെയ്തു. അവരുടെ ആപ്പുകളൊക്കെ നിരോധിക്കുക, ചൈനീസ് കളിപ്പാട്ടങ്ങൾ നിരോധിക്കുക, അവരുടെ ഇറക്കുമതിയിലൊക്കെ ഗണ്യമായ വെട്ടിക്കുറവുകൾ നമ്മൾ വരുത്തി. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് പ്രതികാര ബുദ്ധിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം. സൈനികമായിട്ടാണെങ്കിലും ശരി, അല്ലെങ്കിൽ മറ്റു തരത്തിലാണെങ്കിലും സാങ്കേതിക കാര്യങ്ങളിലും നമുക്കുള്ള കഴിവ് നമ്മൾ തെളിയിച്ചതാണ്. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്തേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വീണ്ടും 7 വർഷത്തിന് ശേഷം പോകുന്നു. നമ്മൾ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം കണ്ടില്ലേ അദ്ദേഹത്തിന് അവിടെ കിട്ടിയ സ്വീകരണം. നമ്മൾ പറഞ്ഞ ഒരു രാജാവിനെ പോലെയാണ്, ഒരു രാജാവിന് കിട്ടാവുന്ന സമാനമായ സ്വീകരണം, റെഡ് കാർപ്പറ്റ് വിരിച്ചുള്ള സ്വീകരണമാണ് അദ്ദേഹത്തിന് ചൈനയിൽ കിട്ടിയത്. ഇനി ചൈനീസ് പ്രധാനമന്ത്രിയുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് മറ്റു കാര്യങ്ങളൊക്കെ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ചൈനയിലെ ആ വൻമതിൽ ഇടിഞ്ഞു വീണു അല്ലേ. നമ്മൾ പറയാവുന്നത് വലിയ കോട്ടകൊത്തളങ്ങൾ പോലെ കെട്ടിയിരുന്ന മതിലുകൾ ഇടിഞ്ഞു വീണിട്ട് സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒരു അന്തരീക്ഷം ചൈനയിലും വന്നു കഴിഞ്ഞു എന്നാണ്. അതാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിന്റെ യാത്രയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അടുത്ത യാത്ര അദ്ദേഹം നേരെ അമേരിക്കയിലേക്കാണെന്നാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ അത് പ്രത്യക്ഷമായിട്ട് അതിന്റെ വാർത്ത ഔദ്യോഗികമായിട്ട് അത് വന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെയും
ഈ ട്രംപിന്റെ സ്ഥിതി, ട്രംപുമായിട്ട് നേരിട്ട് ഒരു ചർച്ചയോ മറ്റോ കാര്യങ്ങളോ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം, എന്നെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അനൗദ്യോഗികമായിട്ട് ഇപ്പോഴ് അവിടുത്തെ വൈസ് പ്രസിഡന്റ് JD വാൻസുമായിട്ട് ചില അനൗദ്യോഗിക ചർച്ചകളൊക്കെ ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയെന്നാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത്. മുമ്പേ അതാണ് വിജയ് സൂചിപ്പിച്ചത്. ട്രംപ് എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ സംശയമുണ്ട്. സാധാരണ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെടിപൊട്ടിച്ചുകൊണ്ട് വന്നേനെ, സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 2-3 ദിവസമായിട്ട് കാണുന്നില്ല, ആശാനെ കാണുന്നില്ല. എന്താ സംഭവിച്ചെന്ന് അറിഞ്ഞുകൂടാ. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്ന് നേരത്തെ തന്നെ വൈറ്റ് ഹൗസ് പറഞ്ഞിരുന്നു. നല്ല ആരോഗ്യ, ഇപ്പൊ 80 വയസ്സാണ്, 80 വയസ്സിനോട് അടുക്കുകയാണ് അദ്ദേഹം. അപ്പൊ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള വല്ല കുഴപ്പങ്ങളോ മറ്റോ സംഭവിച്ചിട്ടുണ്ടോ ഒന്നും അറിഞ്ഞുകൂടാ. എന്തായാലും മാധ്യമങ്ങളൊന്നും ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. അപ്പോഴാണ് വാൻസിന്റെ JD വൈസ് പ്രസിഡന്റിന്റെ പ്രസ്താവന വരുന്നത്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എനിക്കൊരു 200 ദിവസത്തെ അല്ലെങ്കിൽ ഭരണ ഇതുകൊണ്ട് വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇരുന്നത് കൊണ്ട് ഞാനത് നന്നായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത്യാവശ്യ എക്സ്പീരിയൻസ് എല്ലാം ആയി കഴിഞ്ഞു. അങ്ങനെയാണല്ലോ അമേരിക്കയിലെ സമ്പ്രദായം അനുസരിച്ചാണ് അവിടെ റണ്ണിംഗ് മേറ്റ് എന്നാണ് പറയുന്നത്. അവിടെ വൈസ് പ്രസിഡന്റിനെ പറയുന്ന റണ്ണിംഗ് മേറ്റ് എന്നാണ്. അതായത് പിന്നെ പ്രസിഡന്റ് മാറിക്കഴിഞ്ഞാൽ, പ്രസിഡന്റ് എന്തെങ്കിലും കാരണം കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടോ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടോ മാറേണ്ടി വന്നു കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് ആണ് അടുത്ത പ്രസിഡന്റ് ചുമതല വഹിക്കുന്നത്. വഹിക്കുകയല്ല, അദ്ദേഹം വൈസ് പ്രസിഡന്റ് തന്നെയായിരിക്കും പ്രസിഡന്റായിട്ട് മാറുന്നത്. അങ്ങനെ മാറിയിരിക്കും. അങ്ങനെയാണ് അവിടുത്തെ നിയമം. അല്ല, ഇന്ത്യൻ നിയമങ്ങളല്ലല്ലോ, നമ്മുടെ രാജ്യത്തെ പോലുള്ള നിയമങ്ങളല്ല. ഇവിടെ താൽക്കാലിക ചാർജ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴാണ് നമുക്കൊരു സംശയം തോന്നുന്നത്. അതുകൊണ്ട് അദ്ദേഹം പോവുകയാണ്. അതേപോലെ തന്നെ സെലൻസ്കിയുടെ ഉക്രൈന്റെ പ്രസ്താവനയും വന്നു കഴിഞ്ഞു. കഴിഞ്ഞ ഒരു ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ്. ഇംഗ്ലീഷ് ചാനലുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. യുദ്ധം തീർക്കുന്ന കാര്യത്തിൽ ഇന്ത്യയുമായിട്ട് സഹകരിക്കാം, ഇന്ത്യ പറയുന്ന വാക്കുകളെ, ഇന്ത്യയുടെ വാഗ്ദാനങ്ങളെ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് സെലൻസ്കിയുടെ പ്രസ്താവനയും വന്നു കഴിഞ്ഞു. അപ്പൊ റഷ്യയുമായിട്ട് സംസാരിക്കൂ, നമുക്ക് അത്തരം കാര്യങ്ങളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിനെ മാറ്റി നിർത്താമെന്നാണ്. ട്രംപ് വേണ്ട, ഇതിന്റെ ഇടയ്ക്ക് കിടന്ന് കളിക്കണ്ട, അദ്ദേഹം മാറി നിൽക്കട്ടെ, നമുക്കത് നേരിട്ട് ചർച്ച ചെയ്യാമെന്നാണ് സെലൻസ്കി പറഞ്ഞത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന മറ്റു ചില റിപ്പോർട്ടുകളാണ്. ഇപ്പൊ നമ്മൾ റഷ്യയിൽ നിന്ന് വില കുറച്ച് മേടിക്കുന്ന എണ്ണയും അത് ഡീസലാക്കിയിട്ട് ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് ഉക്രൈനാണെന്നാണ് പറയുന്നത്. നോക്കിയേ എന്തെല്ലാം വിരോധാഭാസങ്ങളാണെന്ന് നോക്കിയെന്നത്. റഷ്യയുടെ എണ്ണ വില കുറച്ച് നമ്മൾ മേടിച്ചിട്ട് അത് പ്രോസസ് ചെയ്തിട്ട് ഡീസലാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത് ഉക്രൈനാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്. അതായത് പറഞ്ഞില്ലേ, പഴയ ഇന്ത്യയോ പഴയ പ്രധാനമന്ത്രിയോ ഒന്നും അല്ല ഇപ്പോഴ് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത്. പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും JD വാൻസും നരേന്ദ്രമോദിയും തമ്മിൽ നമ്മൾ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാല് കുറച്ചൊരു ആത്മബന്ധം ഉണ്ടെന്ന് തോന്നുന്നു. അവരുടെ ജീവിത സാഹചര്യങ്ങളെ നമ്മൾ വിലയിരുത്തി നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, പട്ടിണി അറിഞ്ഞവന് മാത്രമേ വിശപ്പിന്റെ വില അറിയാൻ പറ്റത്തുള്ളൂ എന്ന്. പട്ടിണി എന്താണെന്ന് അറിയാം. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവന് മാത്രമേ പണത്തിന്റെ വില അറിയാവൂ എന്ന് പറയുന്നു. അതാണ് JD വാൻസും നരേന്ദ്രമോദിയും. രണ്ടുപേരുടെയും സാഹചര്യങ്ങൾ നോക്കുക. ഇന്ത്യയിലെ ഗുജറാത്തിലെ ഒരു ചായ വിൽപ്പനക്കാരന്റെ മകൻ, അല്ലെ, ഒരു ചായ വിൽപ്പനക്കാരന്റെ മകനാണ് 3 തവണ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നു, 3 തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു. ഒരിക്കലും അന്നത്തെ കാലത്ത് ഒരു പറഞ്ഞില്ലേ, ഒരു പക്ഷെങ്കിൽ അദ്ദേഹത്തിന് സ്വപ്നം കാണാൻ പോലും വയ്യാത്ത പദവിയിലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെയും പറഞ്ഞില്ലേ സേവന മനോഭാവം കൊണ്ടാണ് അദ്ദേഹം ആ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ശേഷം ഒരു 4-5 മാസത്തിന് മുമ്പാണെന്ന് തോന്നുന്നു JD വാൻസും കുടുംബവും ഇന്ത്യയിൽ വന്നിരുന്നു. ഇന്ത്യയിൽ വന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് അത്രയും നമുക്ക് ഈ ഇക്വേഷനെ വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ഉഷ കൂടെ ഉണ്ടായിരുന്നു. ഉഷ വാൻസ് കൂടെ ഉണ്ടായിരുന്നു. ഉഷയുടെ ബന്ധം അറിയാമല്ലോ. ഉഷ നമ്മുടെ ഇന്ത്യൻ വംശജയായിരുന്നു. അവരുടെ മാതാപിതാക്കന്മാർ ഇന്ത്യക്കാരായിരുന്നു. അവര് അമേരിക്കയിലേക്ക് കുടിയേറിയതാണ്. ആന്ധ്രാപ്രദേശുകാരാണ് അവര്. അപ്പൊ ഇന്ത്യയുമായിട്ട് ബന്ധമുള്ള ഉഷ വാൻസ് എന്നാണ് അവരുടെ പേര്. ഇവരുടെ കുട്ടികളെ കൊണ്ടാണ് വന്നത്. ഇവരുടെ കുട്ടികളെ കൊണ്ട് വന്നിട്ട് നരേന്ദ്രമോദിയെ കാണാൻ വന്നിരുന്നു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നമ്മൾ അന്ന് കണ്ട ഒരു നല്ല രംഗങ്ങൾ എന്നൊക്കെ പറയുന്നത്, ഈ കുട്ടികളുമായിട്ടാണ് പ്രധാനമന്ത്രി അന്ന് കൂടുതലായിട്ട് ഉല്ലസിച്ച് നടന്നിരുന്നത്. അവിടെയൊക്കെ കുട്ടികളെ കൊണ്ടുവന്ന് അവിടുത്തെ കാഴ്ചകൾ കാണിക്കുക, പൂന്തോട്ടങ്ങൾ കാണിക്കുക, അവർക്ക് മധുരപലഹാരങ്ങൾ മേടിച്ചു കൊടുക്കുക. അങ്ങനെ ഇന്ത്യൻ പലഹാരങ്ങളോടൊക്കെ വലിയ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ശരിക്കും ഒരു അപ്പൂപ്പനായിട്ട് അവരുടെ ഒരു വലിയ പറഞ്ഞിട്ട് ഒരു ഗ്രാൻഡ് ഫാദറിന്റെ റോളിലാണ് നരേന്ദ്രമോദി എന്നവിടെ ചെയ്തിരുന്നത്. അന്ന് ഈ പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങളെ നമ്മൾ ഒരു സാധാരണ ഇന്ത്യക്കാരെയോ അല്ലെങ്കിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ മക്കളോട് കാണിക്കുന്ന ഒരു സ്നേഹമോ വായ്പായിട്ടേ നമ്മൾ ഇതിനെ കണ്ടിരുന്നുള്ളൂ. പക്ഷെ നമ്മളത് അതിന്റെ മറുപുറം നോക്കുമ്പോഴാണ്. അതേപോലെ തന്നെയാണ് JD വാൻസ്.
JD വാൻസിന്റെ ജീവിതവും അത് തന്നെയായിരുന്നു അല്ലെ. അദ്ദേഹം വളരെ പറഞ്ഞ റിപ്പബ്ലിക്കന്റെ സ്ഥാനാർത്ഥിയായിട്ട്, പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടൊക്കെയാണ് വന്നതെങ്കിലും വളരെ കഷ്ടപ്പെട്ട സാഹചര്യത്തിൽ നിന്നാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം ട്രംപിനെ പോലെ ആയിരുന്നില്ല. ട്രംപ് വളരെ സമ്പന്നനായിരുന്നു. ട്രംപിന് വളരെ സമ്പന്നതയിൽ ജനിച്ച വളരെ വലിയ ബിസിനസ്സുകാരനും അത്തരത്തിലുള്ള വലിയ ആഡംബരവും സുഖലോലുപതയെ കഴിഞ്ഞ ആളാണ്. ഇദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ നോക്കുക, അധ്വാനം കൊണ്ടാണ്, അധ്വാനിച്ച് വളർന്നു വന്ന ആളാണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം, പണത്തിന്റെ വില അറിയാം, രാജ്യങ്ങളുടെ ആളുകളുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് അത്തരം ഒരു ഇക്വേഷൻസ്, അത്തരം ഒരു കെമിസ്ട്രി അവർ തമ്മിൽക്കിടയിൽ വർക്ക് ചെയ്യുമോ എന്നാണ് ഇപ്പം രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. വലിയ സ്നേഹമാണ്, വലിയ സ്നേഹവും അടുപ്പവും ഒക്കെയാണ്. അതാണ് ഈ പറയുന്ന JD വാൻസിന്റെ ചില പ്രസ്താവനകളെ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി അമേരിക്കൻ സന്ദർശനത്തിന് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന അനൗപചാരിക ചർച്ചകളെ കുറിച്ചൊക്കെ അങ്ങനെയാണ് പറയുന്നത്. പിന്നെ ട്രംപിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, ട്രംപിന് അധികം കാലം ഒന്നും പിടിച്ചു നിൽക്കാനൊക്കത്തില്ല. ഈ തീരുവാന്നൊക്കെ പറഞ്ഞുള്ള അഭ്യാസം കൊണ്ടൊന്നും ട്രംപിന് പിടിച്ചു നിൽക്കാനൊക്കത്തില്ല. അതിന്റെ എല്ലാ സൂചനകളും വന്നു കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഡെമോക്രാറ്റ്സുകളുടെ പരാതിയെ തുടർന്നിട്ട് അവിടുത്തെ ഫെഡറൽ സർക്യൂട്ട് അപ്പീൽ കോടതി അദ്ദേഹത്തിന് ഇത് റദ്ദ് ചെയ്യാണ്. നിയമപരമായിട്ട് നിങ്ങൾക്ക് ഇതിന് അവകാശമില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ മറ്റൊരു രാജ്യത്തിന് അധിക തീരുവ അടിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ലെന്നാണ് പറയുന്നത്. അപ്പൊ ട്രംപിൽ അതിന് അവരൊരു സമയപരിധി കൊടുത്തു. തൽക്കാലം ഞങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല, ഒരു താൽക്കാലിക നിരോധനം മാത്രമേ ഉള്ളൂ, പക്ഷെ നിങ്ങൾക്ക് അപ്പീലിന് സമയമുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ സുപ്രീം കോടതിയിൽ പോവുക. സുപ്രീം കോടതിയിൽ പോയി ഒക്ടോബർ 14 മുമ്പ് ഈ ഞങ്ങളുടെ വിധിയെ സ്റ്റേ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മാറ്റാൻ പറ്റുമോ, ഇത് റദ്ദാക്കാൻ കഴിയുമെന്നെങ്കിൽ അതിന് പോയി അപ്പീലിന് ശ്രമിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒക്ടോബർ 14 വരെ ട്രംപിന്റെ ഇത്തരം അഭ്യാസങ്ങൾ നടക്കത്തുള്ളൂ, പരമാവധി നടക്കുകയാണെങ്കിൽ. അതിനിടയിൽ ഒരു തീരുമാനം അവിടെ ഉണ്ടാകേണ്ടി വരും. അപ്പൊ അത്തരത്തിൽ അതുപോലെ തന്നെ അവിടുത്തെ നമ്മുടെ റിസർവ് ബാങ്കിന് തുല്യമായ അവിടുത്തെ ഫെഡറൽ റിസർവിന്റെ മേധാവി എന്താണ് പറയുന്നത്? തലതിരിഞ്ഞ തീരുമാനമാണ്. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് തുല്യമായ സ്ഥാപനമാണ് അവരുടെ ഫെഡറൽ റിസർവ്. അതിന്റെ മേധാവിയായിട്ടിരുന്ന ആള് പറഞ്ഞത് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയെ തകർത്ത് തരിപ്പണമാക്കാനുള്ള വിഡ്ഢിത്തരമായ തീരുമാനങ്ങളാണ് ഈ ട്രംപ് എടുക്കുന്നെന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ ഇന്റേണലായിട്ട് ആഭ്യന്തരമായി ഒരുപാട് പ്രശ്നങ്ങളിലാണ് അമേരിക്ക നിൽക്കുന്നത്. ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ, ആരുടെയൊക്കെ കഴുത്തിന് പിടിക്കാം എന്നൊക്കെയുള്ള ചില ശ്രമങ്ങളാണ് അദ്ദേഹം നടക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ ജപ്പാൻ ചൈന സന്ദർശനത്തെ തുടർന്ന് ഏതാണ്ടൊക്കെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ട്, ലോക നേതാക്കൾക്കും ബോധ്യമായിട്ടുണ്ട്. ഇപ്പൊ ട്രംപിനെ കുറിച്ച് പറഞ്ഞില്ലേ, ട്രംപിനെ കുറിച്ച് പറയുന്ന ചില ആളുകളൊക്കെ ചില സോഷ്യൽ മീഡിയകളൊക്കെ പറയുന്നത് പോലെ നമ്മുടെ പഴയ കൊച്ചി രാജാവ് സിനിമയ്ക്കകത്ത് ജഗതി ശ്രീകുമാർ വരുന്നത് പോലെയുള്ള റോളിലാണ് പുള്ളി നിൽക്കുന്നത്. പുള്ളിയുടെ ഇപ്പോഴും പഴയ ആയുധങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ, ഇടിക്കട്ട, പിച്ചാത്തി, പഴയ വാള് ഒക്കെ വെച്ച് ഞാനിപ്പോഴും രാജാവാണെന്നുള്ളൊരു മട്ടിലാണ് അദ്ദേഹം കഴിഞ്ഞുകൂടുന്നത്. പക്ഷേ നമ്മുടെ മുകേഷ് അംബാനി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. നമ്മൾ സാങ്കേതികത്വത്തിന്റെ അല്ലെങ്കിൽ മാൻ പവറിന്റെ കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് കാലത്തിനനുസരിച്ച് ചിന്തിക്കൂ എന്ന് മാത്രമേ ഈ ട്രംപിന്റെ ഈ ഒരു നിലപാടുകളെ കുറിച്ച് നമുക്ക് ഇപ്പൊ പറയാൻ സാധിക്കുകയുള്ളൂ.